ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഈ വേനൽക്കാലത്ത് നമുക്ക് നല്ല ഉന്മേഷവും ഉത്സാഹവും തരുന്ന, ക്ഷീണവും ദാഹവും അകറ്റുന്ന ഒരു മോക്ടെയിൽ, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു 800 ഗ്രാമിൻ്റെ കൈതച്ചക്ക, പൈനാപ്പിൾ, പിന്നെ ഒരു 80 ഗ്രാം ക്യാരറ്റ്, ഇത് രണ്ടും ചെത്തി കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ നാരങ്ങാനീരും, കുറച്ച് പുതിനയിലയും, ഐസ്, തേൻ, ഇത്ര സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. നമുക്കിനി മിക്സിയിലേക്ക് ക്യാരറ്റും പൈനാപ്പിളും കൂടിയിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ സ്പ്രൈറ്റ് ചേർക്കാം, സോഡ ചേർക്കാം, വെള്ളം ഒഴിക്കാം, ഐസ് വാട്ടർ ഒഴിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. സോഡയും സ്പ്രൈറ്റും ഒഴിക്കുമ്പോൾ ഒന്നും കൂടെ നന്നായിരിക്കും. അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം. പൈനാപ്പിൾ നമ്മൾ കഷ്ണമാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും മധുരത്തിനാവശ്യമായ തേനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 പുതിനയിലയും കൂടെ ചേർത്ത് അടിക്കാവുന്നതാണ്. ഞാനിവിടെ അതൊന്നും ചേർക്കുന്നില്ല. നന്നായി അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാം. അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കാം. അരിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് വേണമെങ്കിൽ സ്പ്രൈറ്റോ സോഡയോ ചേർക്കാവുന്നതാണ്. ഇനി ഒരു ലോങ് ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഐസ് ഇട്ട് കൊടുക്കാം. ഇനി ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്വല്പം പുതിന വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാം. ഈ മോക്ടെയിൽ വളരെ ടേസ്റ്റിയും അതേപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു മോക്ടെയിലാണ്. വേനൽ ചൂടുകാലത്തും റംസാൻ നോയമ്പ് കാലത്തും നമ്മുടെ ബോഡിയെ റിഫ്രഷ് ചെയ്യാൻ പറ്റിയ ഒരു മോക്ടെയിലാണ് ക്യാരറ്റ് പൈനാപ്പിൾ മോക്ടെയിൽ. എല്ലാവരും ഈ റിഫ്രഷിങ് ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.